കേരളത്തിലുള്ളവർക്കും അല്ലെങ്കിൽ ഭാരതം ഒന്നാകെയുള്ളവർക്കും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് ആവർത്തിച്ച് പറയാൻ. കാരണം ആ ജനലക്ഷങ്ങൾ തന്നെയാണ് അതിന് സാക്ഷി. അദ്ദേഹത്തിന്റെ ആ വിലാപയാത്ര, അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടിക്കൊണ്ടാണ് അദ്ദേഹത്തിന് അവസാനമായി യാത്രയാക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവിടെ നിന്ന് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പിന്നീട് സംസ്കാരം നടക്കുന്ന ആ പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്ന അത്രയും ദൂരം ജനലക്ഷങ്ങളാണ് അദ്ദേഹത്തിന്റെ പാട്ടുകൾ പാടി. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പല പാട്ടുകളും ഓരോ ബാച്ചുകളായി തിരിഞ്ഞവർ പാടുന്നുണ്ട്. അവസാന നിമിഷം പോലും, അദ്ദേഹത്തിനെ യാത്രയാക്കുന്ന നിമിഷം പോലും ആ സംഗീതത്തിലൂടെയാണ് അദ്ദേഹത്തിന് പറഞ്ഞയക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ എടുത്തു പറഞ്ഞാൽ ഒരു വിപ്ലവം, സംഗീതത്തിലൂടെയുള്ള ഒരു വിപ്ലവം തീർത്ത മഹാഗായകൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹത്തിന്റെ. കാരണം 17ാമത്തെ വയസ്സിൽ തുടങ്ങി അദ്ദേഹത്തിന്റെ അമ്മയെ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ. പിന്നീട് അച്ഛന്റെ പിന്തുണയാണ് അദ്ദേഹത്തെ ഈ ഒരു സംഗീതത്തിലേക്ക് നയിച്ചത്. അച്ഛൻ ചെറിയ എഴുത്തുകാരനൊക്കെ ആയിരുന്നു. അങ്ങനെ കുടുംബത്തിന്റെ സപ്പോർട്ടോടുകൂടി പിന്നീട് അദ്ദേഹം സംഗീത സംവിധായകനാകുന്നു. പലതരത്തിൽ ആ പ്രദേശങ്ങളിൽ അറിയപ്പെടാൻ തുടങ്ങുന്നു. പിന്നീട് യാ ആലി എന്ന് പറയുന്ന ആ ഒരു പാട്ടിലൂടെയാണ് ജനഹൃദയങ്ങളിലേക്ക് അദ്ദേഹം കൂടുതലായി എത്തുന്നത്. അങ്ങനെ 52ാമത്തെ വയസ്സിൽ സിംഗപ്പൂരിൽ വെച്ച് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹം മരണപ്പെടുന്ന, സ്കൂബ ഡൈവിങ്ങിനിടെ അപകടം സംഭവിച്ച് അദ്ദേഹം മരണപ്പെടുന്ന സാഹചര്യം. ഈ വാർത്ത ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് അസാമിലുണ്ട് എന്നുള്ളത് നമുക്ക് പ്രധാനമായി പറഞ്ഞു വെക്കേണ്ടതാണ്. കാരണം അവിടെ എത്തിയ ഓരോ മനുഷ്യരുടെയും ആ കണ്ണുകളിൽ ആ ഒരു വേദനയും സങ്കടവും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ജനലക്ഷങ്ങളുടെ ആ ഒരു കൂട്ടം, അത് എത്രത്തോളം നമ്മൾ അതിനെ പറഞ്ഞ് വിശേഷിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലാകുന്നില്ല. കാരണം അത്രത്തോളം ആളുകളാണ്, വലിയ റെക്കോർഡുകൾ വരെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു വിടവാങ്ങൽ അല്ലെങ്കിൽ മരണം എന്ന് പറയുന്നത് എപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പൂച്ച, ശരിയാണ്. ആ ഒരു അവസാന നിമിഷം അങ്ങനെ ഓരോരുത്തരും ഒഴുകി എത്തുന്ന ഒരു